ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20 റുപ്പി ഓർ ചാലഞ്ച് അപ്പം ഞാൻ പൊട്ടനാ എന്നൊരു ഗസ് ഉണ്ടാവും. ചാലഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. ഗായ്സ്, ഇതാണ് നമ്മുടെ ചാലഞ്ച്. മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഇവിടെ വളരെ സേഫ്റ്റിയോടെ ചലഞ്ചിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇവന് ഒരു കാലം മാത്രം പേട്ടിട്ടാണ് ഇതിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇത് പുതിയ ഫാഷനാണെന്ന്. പക്ഷേ അല്ല ഗൈസ്, ഒരുപാട് കാണാത്തത് കൊണ്ടാണ് ഇവൻ ഒരുപാട് മാത്രം ഇട്ടത്. ഈ ചാലഞ്ചിൽ ഇവനെ കാത്തുവെക്കുന്ന വളരെ കഠിനമായ ചാലഞ്ചസ് ആയിരിക്കും ഗൈസ്. അതിനുവേണ്ടി മരുഭൂമിയിലൂടെ നടക്കേണ്ടി വരും, ചിലപ്പോൾ ഇടിമിനുള്ള സ്ഥലത്തൂടെയാണ് നടക്കേണ്ടി വരും. അത്രയും കഠിനമാണ് ചാലഞ്ച് ഗൈസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ലെവൽ 1, ഇവൻ നമ്മളെ ചാടിക്കിടക്കണം. ലെവൽ 1 കംപ്ലീറ്റഡ്. ലെവൽ 2 ഇവൻ ആ വടിയുടെ അടിയിൽ കൂടി ഇറങ്ങി ഇപ്പുറത്തെത്തണം. ലെവൽ 2 കംപ്ലീറ്റഡ്. ലെവൽ 3 ഇവൻ ഇതിൻ്റെ അടിയിൽ കൂടി ഇറങ്ങി പോകണം. പോന്നവർക്ക് അത് വീണാൽ അത് അവൻ തന്നെ എടുത്ത് വെച്ച് വീണ്ടും അത് തുടരണം. ലെവൽ 3 അവൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ അവസാനം അത് തട്ടി വീഴുന്നുണ്ട്. പക്ഷേ അത് സാരമില്ല, അവൻ ഇപ്പുറം എത്തിയപ്പോഴാണ് അത് വീണത്. അതുകൊണ്ട് ലെവൽ 3 കംപ്ലീറ്റഡ്. ലെവൽ 4 അവൻ ആ വടിയുടെ അടിയിൽ കൂടി ഇഴഞ്ഞിപ്പുറത്തേക്ക് എത്തണം. ലെവൽ 4 കംപ്ലീറ്റഡ്. ലെവൽ 5 എന്താ വെച്ചാൽ ഇവൻ ഊഞ്ഞാലാടി അവിടെ ഇനിപ്പുറത്തേക്ക് ജമ്പ് ചെയ്യണം. ഗൈസ്, ഇവൻ വളരെ കോൺഫിഡൻറ്റോടെ ഊഞ്ഞാലിലേക്ക് കയറിയിരുന്ന് ആടുന്നുണ്ട്. പക്ഷേ ഊഞ്ഞാൽ ഏത് നേരം പൊട്ടി പോകുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. പക്ഷെ ഇവൻ ആടുന്ന ആട്ടം കണ്ട് ഇവൻ അപ്പുറത്തെ പറമ്പത്തെത്തുന്നതാണ് ഗൈസ് തോന്നുന്നത്. പക്ഷെ അവന് ഭാഗ്യമുണ്ട്, അവൻ ജയിക്കുകയും ചെയ്തു, ഊഞ്ഞാൽ പൊട്ടുകയും ചെയ്തു. ഈ ചാലഞ്ചിൽ ഇവൻ 5 ലെവലുകൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ വളരെ ഈസി ആയിരുന്നു. പക്ഷേ ഇവനെ കാത്തു നിൽക്കുന്ന 6ാമത്തെ ലെവൽ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതുവരെ ഇവൻ ചെയ്ത ചാലഞ്ചുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ഈ ചാലഞ്ച് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുളയുടെ മുകളിൽ കൂടി അവൻ നടക്കണം. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാണാൻ എളുപ്പമാണെങ്കിലും ചെയ്യാൻ വളരെ ടഫാണ്.
ഗൈസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതായിരുന്നു ഇവൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായ ലെവൽ. ഈ ലെവലിൽ ഇവൻ 24 തവണ വീണു. അതെങ്ങനെ കൃത്യമായി എനിക്കറിയാമെന്നായിരിക്കുമല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഇവൻ ഈ വീഴുന്നതിനെക്കാട്ടും കഷ്ടമാണ് ഗൈസ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതിന് എനിക്കൊരു ലൈക്കും ഒരു സബ്സ്ക്രൈബും നിങ്ങൾ തരണം ഗൈസ്. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടോടെ അവർ ജയിച്ചു ഗൈസ്. ലെവൽ 7 ഇത് വളരെ സിമ്പിളാണ് ഗൈസ്. ആ സൈക്കിൾ ഈ മലപ്പറകൂടെ കയറ്റി ഇപ്പുറത്തേക്ക് എത്തിക്കണം ഗൈസ്. പക്ഷേ ഈ സൈക്കിൾ ഒരു സാധാരണ സൈക്കിളല്ല ഗൈസ്. ഇതിന് ഹാൻഡ് നമ്മൾ വളച്ചിട്ടുണ്ട് ഗൈസ്. ഇവൻ നമ്മുടെ ചലഞ്ചിന്റെ എല്ലാ ലെവലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ ചലഞ്ചിന് ആദ്യം പങ്കെടുത്ത കണ്ടസ്റ്റന്റ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ചലഞ്ചിന്റെ ആദ്യം മുള തുള്ളിക്കിടക്കാതെ അടിയോട്ട് കയറി വന്ന് റോങ് ആയി മത്സരിച്ച മത്സരാർത്ഥി അവളാണ് ഗൈസ് നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റന്റ്. ഇന്നത്തെ ചലഞ്ചിൽ ലച്ചൂസ് ആണ് ജയിച്ചത്. ഇപ്പോൾ ലച്ചൂസിന് നമുക്ക് ഫ്ലവർ എടുക്കാം. ഇതാ നമ്മൾ ഗിഫ്റ്റ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് സെക്കൻഡ് കണ്ടസ്റ്റന്റ് വിജയത്? നോക്കൂ നിങ്ങൾ എത്ര വേഗമാണ് അത് കടന്നത്. ഫസ്റ്റ് കണ്ടസ്റ്റന്റിന്റെ വേഗത നിങ്ങൾ നോക്കൂ, ഈ കണ്ടസ്റ്റന്റിന്റെ വേഗത നിങ്ങൾ നോക്കൂ. കണ്ടോ ഗൈസ് എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് സെക്കൻഡ് കണ്ടസ്റ്റന്റ് പോകുന്നത്. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് സ്ലോ ആണ്, സെക്കൻഡ് കണ്ടസ്റ്റന്റ് പോലെ ഫാസ്റ്റ് ആയതാ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. കണ്ടോ സെക്കൻഡ് കണ്ടസ്റ്റന്റ് പകുതി എത്തി. കണ്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയ ചലഞ്ച് ജയിച്ച് ഇവർക്ക് എന്തിനാണ് ഫ്ലവർ കൊടുക്കുന്നതെന്ന്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി ഗൈസ്. ശരിയായ ഗിഫ്റ്റ് വരുന്നത്ര ഗൈസ്. ഇതാണ് ഗൈസ് ഗിഫ്റ്റ് കൊടുത്ത ബൈക്ക്.